പുതിയവിള ശ്രീ വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവ സമാപനവും വിദ്യാരംഭവും വിപുലമായി സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടക്കും. പുതിയവിള ശ്രീ വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും ഒക്ടോബർ 2 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നുവരികയാണ്. ബുധനാഴ്ച മഹാനവമി ദിവസം മഹാസരസ്വതി പൂജ നടക്കും. തുടർന്ന് വിദ്യാഗോപാല മന്ത്രാർച്ചന, സരസ്വതി മന്ത്രാർച്ചന എന്നിവ നടക്കും. ഇതിനുശേഷം നൃത്ത അരങ്ങേറ്റവും ഉണ്ടാകും. വിജയദശമി ദിവസം രാവിലെ 7 മണി മുതൽ പൂജയെടുപ്പ്, വിദ്യാരംഭം എന്നിവ നടക്കും. 2-ാം തീയതി വിജയദശമി ദിവസം രാവിലെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങും അതിനുശേഷം പൂജയെടുപ്പും നടക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും ആയുരാരോഗ്യവും ഐശ്വര്യവും സമ്പത്തും പ്രതീക്ഷിക്കണമെന്നും ഭഗവതി നാമത്തിൽ അഭ്യർത്ഥിച്ചു. ഡോക്ടർ സുഷമ സുകുമാരൻ, ഡോക്ടർ ഉഷ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ ദിവ്യ വിജയൻ, ക്ഷേത്ര മേൽശാന്തി അനന്തു തുടങ്ങിയവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കും. വിദ്യാരംഭ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ശശിധരൻ കോളാത്ത്, സെക്രട്ടറി പി പ്രകാശ്, ട്രഷറർ പി സോമനാഥൻ എന്നിവർ അറിയിച്ചു. ശ്രീ വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിൽ വളരെ നല്ല ഗംഭീരമായിട്ട് നടന്നിരിക്കുകയാണ്. കുട്ടികളുടെ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം ഭംഗിയായിട്ട് പൂജവെപ്പ് നടന്നു. ശ്രീ വടക്കൻ ദേവീക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം സെപ്റ്റംബർ 21 ഞായർ മുതൽ ഒക്ടോബർ 2 വ്യാഴാഴ്ച വരെ പൂർവാധികം ഭംഗിയായി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. 29-ാം തീയതി വൈകിട്ട് പൂജവെപ്പ് നടത്തി. അതുപോലെ 30-ാം തീയതി ദുർഗാഷ്ടമി ആയുധപൂജ നടത്താനും, അതുപോലെ തന്നെ 1-ാം തീയതി മഹാനവമി മഹാസരസ്വതി പൂജ, തിരുമധുരം, സാരസ്വത അർച്ചന ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, നൃത്താരങ്ങേറ്റം എന്നിവ ഉണ്ടായിരിക്കും. 2-ാം തീയതി വിജയദശമി ദിവസം വിദ്യാരംഭം കുറിക്കുന്നതിനായി വിശിഷ്ട മഹത്വ്യക്തികളായ പ്രൊഫസർ ഡോക്ടർ സുഷമ സുകുമാരൻ, അതുപോലെ തന്നെ ഡോക്ടർ ഉഷ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ ദിവ്യ വിജയൻ, ക്ഷേത്ര ശ്രീ അനന്തു തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വൈകുന്നേരം കീബോർഡ് ഫ്യൂഷൻ, തിരുവനന്തപുരം ദൃശ്യവേദി അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ദൃശ്യാവിഷ്കരണം, പുതിയവിള DCC സാംസ്കാരിക കൂട്ടായ്മയുടെ സ്പോൺസർഷിപ്പിൽ ക്ഷേത്രത്തിന് ദേവിക്ക് വേണ്ടി അവർ കാഴ്ചവെക്കുന്നതാണ്. നവരാത്രി മഹോത്സവം പൂർവാധികം ഭംഗിയായി കൊണ്ടാടാൻ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആൾക്കാരുടെ സഹായ സഹകരണങ്ങളുണ്ടായി. വിശിഷ്യ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പുസ്തകം പൂജ വയ്ക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു. അതിന് ക്ഷേത്ര ഭരണസമിതി എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തി അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു. വീണ്ടും അടുത്ത ദിവസം ആയുധ പൂജ നടത്തുന്നതായിരിക്കും. പണിയായുധങ്ങൾ, അതുപോലെ പഠിക്കുന്ന പുസ്തകങ്ങളും ഉപകരണങ്ങളും എല്ലാം പൂജ വയ്ക്കും. അതിനടുത്ത ദിവസം അന്ന് തന്നെ നൃത്ത അരങ്ങേറ്റം, അടുത്ത ദിവസം നാടൻപാട്ടും ദൃശ്യാവിഷ്കാരം, വിദ്യാരംഭം, ഈ വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. വിശിഷ്ട വ്യക്തികളായിട്ട് വിദ്യാരംഭം കുറിക്കുന്നത് പ്രൊഫസർ സുഷമ സുകുമാരൻ, ഉഷ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ വിദ്യ വിജയൻ, ക്ഷേത്ര മേൽശാന്തി എന്നിവരാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.